ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫ്രൈഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ആഹിലിന് സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. ആലിമിൻ്റെ അംഗനവാടിയിലും ഇന്നാണ് സെലിബ്രേഷൻ. അപ്പോൾ ആഹിലിന് ക്യാബേജ് തോരനാണ് കേട്ടോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആലിമിന് ക്യാബേജ് തോരനും പായസം കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റു കേട്ടോ. പതിവിൽ നേരത്തെ എഴുന്നേറ്റു. കലക്കിച്ചുട്ടപ്പം ഉണ്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പുറത്ത് കുക്കറിൽ വെച്ചിരിക്കുന്നത് ചെറുപയർ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ പാനിൽ ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് തോരൻ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള, പിന്നെ കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം കേട്ടോ. എന്നിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നുപരിപ്പും ചുവന്ന മുളകും ചേർത്തിളക്കും കേട്ടോ. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഈ ഒരു നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സും കൂടി ചേർത്തിളക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വെക്കാറ് ഈ രീതിയിലല്ല കേട്ടോ. ക്യാബേജ് അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഒന്ന് ആവി കയറ്റാനായിട്ട് വെക്കും. ആവി കയറ്റിയതിന് ശേഷം തേങ്ങയിൽ 2 ഉള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കും മിക്സിയുടെ ജാറിലിട്ടിട്ട്. എന്നിട്ട് അത് കടുക് പൊട്ടിച്ച് ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്ഥിരം ചെയ്യാറ്. ഇന്നിപ്പോൾ ഞാനോർത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. പിന്നെ 2 പേർക്കും വേണമല്ലോ, ആഹിലിനും വേണം ആലിമിനും വേണം. പുറത്ത് വെച്ചിരിക്കുന്ന ചെറുപയറാണ് കേട്ടോ. ചെറുപയർ അപ്പോൾ കറി വെക്കാൻ പോവാണ്. ഞാൻ ചാറധികം ഇല്ലാണ്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തിൽ ഇന്ന് കലക്കി ചുട്ടപ്പമാണ്, അപ്പോൾ ചാറധികം വേണ്ട. അപ്പോൾ നല്ലപോലെ ചതച്ച മുളകൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പവും ചെറുപയർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പായസം കൂടി ഉണ്ടാക്കിയാൽ മതി. 7:30 മണിയായപ്പോഴാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയേക്കുന്നത്. എനിക്കിന്ന് ആഹിലിനെ ക്ലാസ്സിൽ കൊണ്ടുപോയി ആക്കണം. കാരണം മുണ്ടെടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സൈക്കിൾ ഓട്ടി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അപ്പോൾ അവനെ കൊണ്ടുപോയി ആക്കണം 8:30 ആകുമ്പോൾ. അപ്പോൾ അതിനു മുമ്പ് ഏകദേശം ഈ പായസത്തിൻ്റെ പണിയും കൂടി കഴിയണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തീരുമല്ലോ. അപ്പോൾ 3 കവറ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിതാ ഇതേപോലെ ഒരു ഉരുളിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. അത്യാവശ്യം തിള വരണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാവുന്ന സമയത്ത് എനിക്കൊന്ന് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴുകി വെക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വന്നെന്ന് എനിക്ക് പാത്രം കഴുകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് തീർത്തിട്ട് പാത്രം കഴുകാമെന്ന് ഓർത്തിരുന്നാണ്. അപ്പോൾ പാൽ എന്തായാലും ചൂടായി വരാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പാത്രം കൂടി അങ്ങോട്ട് കഴുകി വെക്കുകയാണ് കേട്ടോ. പാത്രം കഴുകിയതിന് ശേഷം കിച്ചൺ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവിടെയൊക്കെ നമ്മൾ രാവിലെ അടുക്കള ജോലി കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ, സ്ലാബൊക്കെ ആകെ അത്യാവശ്യം വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പാല് തിളച്ച് വന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. സേമിയ മിക്സാണ്. 2 പാക്കറ്റ് സേമിയ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആഹിലിന് ചോറ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ ഇന്നലെ തന്നെ തിളപ്പിച്ച് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം വേവുള്ള അരിയാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വേവുന്നില്ല. അപ്പോൾ പുതിയത് വാങ്ങിച്ച അരി കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസം ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒന്ന് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടോ ഞാൻ ഈ പായസത്തിൻ്റെ തുടങ്ങിയിട്ട്. അപ്പോൾ അത് പായസവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നിരുന്ന് സെറ്റായിക്കോളുമല്ലോ, ഒന്നും കൂടി ഇരുന്ന് കുറുകിക്കോളുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 8-10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഹിലിന് ഫുഡ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് അവനെ കൊണ്ടുപോയി ആക്കണം സ്കൂളിൽ. ഇന്നിപ്പോൾ കൊണ്ടുപോയി ആക്കുന്നതുകൊണ്ട് 8:30 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ന് സെലിബ്രേഷൻ ആണല്ലോ, ഇത്തിരി ലേറ്റായി എന്നോർത്ത് കുഴപ്പമില്ല. കുട്ടികളെല്ലാം തന്നെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വന്നത്. കാരണം ഡ്രസ്സൊക്കെ മാറി വരണമല്ലോ, സാരി ഉടുക്കുന്ന കുട്ടികളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഐറ്റംസ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പാരൻസൊക്കെ തന്നെ ആയിരിക്കും കൊണ്ടുപോയി ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും കുട്ടികൾ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്തിരി വൈകിയേക്കുന്നത്. അപ്പോൾ ആഹിലിൻ്റെ ഡ്രസ്സ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഷർട്ടാണ്, കലങ്കാരി പോലെയുള്ള വർക്കൊക്കെ ഉള്ള നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഈ ആഹിലിന് ഒരു വീഡിയോ കിട്ടാനായിട്ട് നല്ല പണിയാണ് കേട്ടോ. മര്യാദക്കൊന്നും നിന്ന് തരില്ല ഒരു ഫോട്ടോയ്ക്കും. അപ്പോൾ ഞാൻ ആഹിലിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ആലിമിൻ്റെയാണ്.
അപ്പോൾ അത് അവനിതാ അപ്പം ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ നോക്കിയിട്ട് അവൻ കഴിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് കൊടുത്തപ്പോൾ ടി വിയും കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അപ്പം കേട്ടോ. ഇതിൽ തേങ്ങയും സവാളയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആലിമിന് അത്യാവശ്യം ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അപ്പം എന്താ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് വേണം അംഗൻവാടി പോകാനായിട്ട്. ഇവന് മാത്രമല്ല എനിക്കും റെഡിയാവണം. അമ്മമാർ കൂടി ഉണ്ട് കേട്ടോ. അമ്മമാർ ഇന്ന് സെറ്റ് സാരി കേരള സാരിയൊക്കെ കൊടുത്തിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആലിമിനെ ഡ്രസ്സ് ഇടിപ്പിക്കാൻ കേട്ടോ. ആലിമ് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ. കാരണം അവൻ ടീഷർട്ടാണ് കൂടുതൽ ഇടുന്നത്. കൂടുതലെന്നല്ല, ടീഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഷർട്ടിൻ്റെ കോളർ ഇങ്ങനെ കഴുത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ഉരസിയിട്ട് അവന് എന്തോ ഒരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ. അപ്പോൾ തുടങ്ങി ഭയങ്കര ബഹളമായിരുന്നു മാറ്റാൻ പറഞ്ഞിട്ട്. ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങളുടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമുണ്ടായില്ല കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. ആലിമ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാനും ഇതാ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനും ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു 4 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ സാരി ഉടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ പഴയ സാരിയാണ് കേട്ടോ. നമ്മൾ കോളേജിലേക്ക് നവംബർ 1 അതേപോലെ ഓണ സെലിബ്രേഷനൊക്കെ സാരി എടുക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിലുള്ളൊരു സാരിയാണ്. അതായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് അഴിച്ചൊക്കെ എടുക്കേണ്ടി വന്നു കേട്ടോ ബ്ലൗസ്. ഭയങ്കര ഓർമ്മകളായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ ചെയ്ത് എനിക്ക് താഴത്തേക്ക് വന്നപ്പോൾ. കോളേജിലെ കുറേ ഓർമ്മകളൊക്കെ വന്നായിരുന്നു. കാരണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കോളേജിലെ സെലിബ്രേഷൻ. ആദ്യത്തെ ദിവസം കുട്ടികളുടെ സെലിബ്രേഷൻ ആയിരിക്കും, പിറ്റേന്ന് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ സെലിബ്രേഷൻ ആയിരിക്കും. ഓണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഓരോരോ പ്രോഗ്രാംസ് എനിക്ക് മിക്കപ്പോഴും കിട്ടുന്നൊരു ഡ്യൂട്ടി ആയിരിക്കും കേട്ടോ പൂക്കള മത്സരത്തിൻ്റെ ചാർജ്. ലിമിനിട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് 3 വയസ്സിൻ്റെ കറക്റ്റ് സൈസിലുള്ളതാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിലും വലുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതാ എത്തിയപ്പോൾ ടീച്ചർ പൂക്കളം ഇടാനുള്ളൊരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇതാ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു പൂക്കളമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ അതാ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും കൊണ്ടുവന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒരേ ഏജാണ്. കുഞ്ഞുങ്ങളുടെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ ഇതാ പൂക്കളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പൂക്കളമാണ്, നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. കുഞ്ഞു പിള്ളേരുടെ ആണല്ലോ, അപ്പോൾ കുഞ്ഞു പൂക്കളം. പൂക്കളം ഇട്ടതിന് ശേഷം പിള്ളേരൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഞങ്ങൾ വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു കൊടുത്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ആലും അതൊക്കെ നോക്കിയിട്ട് ഫ്ലവർ എന്നൊക്കെ പറയുന്നുണ്ട്, കളേഴ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനിയും കുട്ടികൾ വരാനുണ്ട് കേട്ടോ. ഇപ്പോൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇനിയും ഒരു 3 കുട്ടികൾ കൂടി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി വരണമല്ലോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ 2 കുട്ടികൾക്ക് പനിയാണ്. അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ ശരിക്കും ഇപ്പോൾ. അമ്മമാർ കൂടെ ഉള്ളത് കൊണ്ട് കുട്ടികൾ ഇത്തിരി എന്താ പറയുക പുന്നാരമൊക്കെ കൂടുതലാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല മിടുക്കന്മാരായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോയ്ക്കൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആരും അങ്ങനെ നിൽക്കണം എന്നില്ല. എല്ലാവർക്കും മടിയായി. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ മതി. അമ്മമാർ കൂടെ ഉണ്ടല്ലോ. ആലിമ് പിന്നെ ഒട്ടും നിൽക്കണില്ല. ആലിമിന് പുറത്തേക്ക് പോകണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം എടുത്തു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു മിഠായി തരാമെന്ന് പറഞ്ഞിട്ടോ. മിഠായി കണ്ടപ്പോഴേക്കും പോയി അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കുട്ടികളായിട്ട് കളിച്ചു. അങ്ങനെ ടീച്ചർ കുട്ടികൾക്ക് ഓരോരുത്തർക്കും മിഠായി കൊടുക്കുന്ന പോലെയൊക്കെ കാണിച്ചു. അപ്പോൾ ഇതുങ്ങൾ നല്ല മിടുക്കന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പറയായിരുന്നു മിഠായിക്ക് ഇത്ര പവർ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നല്ല മിടുക്കന്മാരായിട്ട് അനങ്ങാണ്ട് നിൽക്കുകയാണ് ടീച്ചർ. ഓരോരോ കളികളിലൂടെ അവരിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിഠായി എറിഞ്ഞിട്ട് കൊടുക്കുന്ന പോലെ കാണിച്ചു. അപ്പോൾ എല്ലാവരും മിഠായി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് നല്ല ഹാപ്പി ആയിട്ട്, ആർക്കും ഇപ്പോൾ വീട്ടിൽ പോകണ്ട കേട്ടോ, എല്ലാവർക്കും മിഠായി കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ടീച്ചർ. ഇപ്പുറത്ത് നിൽക്കുന്നത് ആൻറ്റിയാണ്. റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ ടീച്ചർ. അപ്പോൾ കുട്ടികളായിട്ട് നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ ഉച്ച ടൈമായിട്ടോ, കുട്ടികൾ ഫുഡ് കഴിക്കേണ്ട സമയമായി. അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇലയിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കുഞ്ഞുമക്കൾ നമ്മളുടെ കുട്ടികൾ ഫുഡ് എങ്ങനെയാണ് അംഗനവാടി പോയി കഴിഞ്ഞാൽ അവർ കഴിക്കുന്നതെന്നൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു അംഗനവാടിയാണ് കേട്ടോ. ടീച്ചറാണെങ്കിലും ആൻറ്റി ആണെങ്കിലും മക്കളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം കുട്ടികൾക്ക് അവരോടുള്ള ബിഹേവിയർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ആ കുട്ടികളോട് അവരടുത്താണ് നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഫുഡ് വിളമ്പാൻ പോവാണ്.
അപ്പോൾ ഇത് ചോറും കറികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറികൾ ഉണ്ടാക്കിയത് ഞങ്ങൾ അമ്മമാരൊക്കെ തന്നെയാണ്. ടീച്ചറും ആൻറ്റിയും അമ്മമാരൊക്കെ ചേർന്നാണ് കേട്ടോ കറികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദാ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ കുട്ടികളുടെ ഒരു സ്കൂൾ ലൈഫ് എന്ന് വെച്ച് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ അംഗൻവാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒന്നിച്ചിരുന്നിട്ടുള്ള ആദ്യത്തെ ഒരു എന്താ പറയുക, ആദ്യത്തെ ഒരു സന്തോഷമാണ് കുട്ടികളുടെ. അപ്പോൾ ആലിമാണെങ്കിൽ ചിപ്സൊക്കെ കണ്ടപ്പോഴത്തേനും പിന്നെ അത് തന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഫുഡ് കഴിച്ച് തീരുന്നവരെ അവൻ ചിപ്സ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചോറ് കഴിക്കുന്നുണ്ട്, ചിപ്സാണ് മെയിൻലി കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ, ചിപ്സും പപ്പടവും. അപ്പോൾ ഞങ്ങളെല്ലാവരും മാറി മാറി അവർക്ക് വിളമ്പി കൊടുത്തേട്ടോ ചോറും കറികളൊക്കെ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കുട്ടികളാണല്ലോ, അവരങ്ങനെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആലിമിന് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും തന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റിയും ടീച്ചറും മാറി മാറി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. ആലിമ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചിപ്സ് തന്നെയാണ്. അവൻ്റെ അത് തീർന്നു, പിന്നെയും കൊടുക്കാനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോറ് കഴിപ്പിക്കാൻ നല്ല പാടാണ് ഈ കുട്ടികളെ. പക്ഷെ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമാണ് കേട്ടോ. കാരണം ഞാൻ ആഹിലിനെ ഡയറക്റ്റ് പ്ലേ ക്ലാസ്സിലാണ് ആക്കിയേക്കുന്നത്, ആലിമിനെയാണ് അംഗൻവാടിയിലാക്കിയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് ടോയ്സ് ഉള്ളതിലോ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതോ അതൊന്നും അല്ല കേട്ടോ ഞാൻ നോക്കിയത് അംഗൻവാടിയിലാക്കിയപ്പോൾ. എനിക്ക് മെയിൻലി വേണ്ടത് അവരെ ശ്രദ്ധിക്കണം. അതായത് കുട്ടികളെ ഫസ്റ്റ് സ്റ്റേജ് അല്ലേ അവരുടെ, നമ്മൾ പറയുമല്ലോ കുട്ടികളുടെ മൈൻഡ് എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ഷീറ്റാണ്. നമ്മളതിൽ എന്ത് ഫസ്റ്റ് എഴുതുന്നോ അത് തന്നെ ആയിരിക്കും ലാസ്റ്റും അവരുടെ മനസ്സിലുണ്ടാവാമെന്ന്. അപ്പോൾ ഞാൻ തന്നെ +2 കുട്ടികളെ പഠിപ്പിച്ചൊരു സെൻറ്റൻസാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു നല്ലപോലെ കെയറിങ് കിട്ടുന്ന, പഠിപ്പിക്കലിലല്ല കാര്യം, കളികളിലൂടെ പഠിപ്പിച്ചെടുക്കുക, അങ്ങനൊരു അംഗൻവാടിയാണ് കേട്ടോ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ നെയ്ബറായ റിൻസി തന്നെയാണ് ഇങ്ങനൊരു അംഗൻവാടിയുടെ കാര്യം പറഞ്ഞത്. റിൻസിയുടെ മകനാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അങ്ങനെ റിൻസിയുടെ ഒപ്പം തന്നെ ഞാനും എൻ്റെ മകനെ കൊണ്ടുപോയി ആക്കുകയാണ് കേട്ടോ ചെയ്തത്. ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ കരയാനൊക്കെ തുടങ്ങി കേട്ടോ. കാരണം അവർക്ക് മതിയായി കഴിച്ച്. കാരണം കറികളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഭയങ്കര പാടുമാണ് ഇവരൊന്ന് കഴിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം അവർക്ക് കഴിക്കാനായിട്ട് അങ്ങനെ കൊടുത്തു. പിന്നെ ഒട്ടും കഴിക്കാണ്ടായി കഴിഞ്ഞപ്പോൾ ടീച്ചർ തന്നെ വാരി കൊടുക്കാണ്ട കുട്ടികൾക്ക്. ബാക്കിയുള്ളവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താണ് കറികളാണ് മെയിൻലി ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ. അവരങ്ങനെ ചോറൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. ആലിമിനും മതിയായിട്ടാ. ആലിമ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് ഇത്രയെങ്കിലും ഫുഡ് കഴിക്കുന്നത്. വീട്ടിൽ മാക്സിമം ഒരു 2 പിടി അല്ലെങ്കിൽ 3 പിടി, അതിൻ്റെ അപ്പുറത്തേക്ക് അവനെ കഴിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകെ നടന്ന് അങ്ങനെ അങ്ങോട്ട് കഴിപ്പിക്കാറുമില്ല കേട്ടോ. അവന് വേണ്ട മതി എന്നുള്ള ഇതിൽ ഞാൻ നിർത്തും. പക്ഷേ ഇത് കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെയൊക്കെ ഫുഡ് കഴിച്ചില്ലെങ്കിലും അംഗൻവാടി ചെല്ലുമ്പോൾ ഫുഡ് കൊടുക്കുമല്ലോ, അന്നേരം ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചോളൂ കേട്ടോ. കുട്ടികൾ എല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും, കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇത്ര പോലും വീട്ടിൽ കഴിക്കാറില്ല കേട്ടോ. ഇപ്പോഴത്തേതാ ഇവൻ്റെ പരിപാടിയുണ്ട് മുഖം പൊത്തിപ്പിടിക്കൽ. അത് കുളിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോഴാണെങ്കിലും മുഖം അങ്ങോട്ട് പൊത്തിപ്പിടിക്കും. പിള്ളേരുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം എല്ലാവരും ബാക്കിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ചെയ്യാണ്, പായസം കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും പായസം കുടിച്ചില്ല കേട്ടോ. ആലിമ ഒട്ടും കഴിക്കില്ല പായസം. ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. പിന്നെ അതുമാത്രമല്ല ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവരുടെ വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുവാണ്. അതുകൊണ്ട് അങ്ങനെ കഴിച്ചൊന്നുമില്ല കേട്ടോ കാര്യമായിട്ട്. പക്ഷേ ആലിമ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ചിപ്സ് പിന്നെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ചിപ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആൾക്ക്. കുട്ടികളുടെ ഫുഡൊക്കെ കഴിഞ്ഞു, അവരോടെ മൊബൈലൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അമ്മമാരിന്ന് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് സദ്യ കഴിക്കുന്നത്. ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ സദ്യ കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ സദ്യ. പച്ചക്കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നോൺ വെജിനേക്കാളും ഒരു പടി മുന്നിൽ എനിക്ക് ഒരു സദ്യയുടെ വിഭവങ്ങൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. ആലിമിനെ വീട്ടിലാക്കിയതിന് ശേഷം ആഹിലിനെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. വന്ന വഴിക്ക് ഞാൻ ഒന്ന് വീട്ടിൽ കയറിയായിരുന്നു. ഇതാണ് കേട്ടോ ആഹിലിൻ്റെ കറക്റ്റ് ഡ്രസ്സ്. ഇപ്പോഴാണ് നന്നായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യാൻ മറന്നു പോലെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.